മമ്മൂക്ക കൊടുത്തയച്ച ബൊക്കെയും ആശംസാ കാർഡുമായി അവൾ സന്തോഷത്തോടെ ആശുപത്രി വിട്ടു. പഴയ കളിയും ചിരിയും മകൾ വീണ്ടെടുത്തതോടെ കുടുംബത്തിനും ആശ്വാസം. ഫെബ്രുവരി 27-നാണ് പെരിന്തൽമണ്ണ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അംഗം ജസീർ ബാബു മമ്മൂട്ടിക്ക് നിതയുടെ രോഗവിവരം വാട്സപ്പ് സന്ദേശമായി അയക്കുന്നത്. പതിവായി മമ്മൂട്ടിയുടെ സിനിമ കണ്ട് സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു. മറുപടി ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ മിനിറ്റുകൾക്കുള്ളിൽ പ്രതികരണം ഫോൺ വിളിയായി എത്തി. മമ്മൂട്ടി രക്ഷാധികാരിയായിട്ടുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഭാരവാഹികളാണ് വിളിച്ചത്. രോഗവിവരങ്ങൾ തിരക്കി. തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഞങ്ങൾ വളരെ സാമ്പത്തികം കുറവാണ്, എനിക്കും സുഖമില്ല. ഒരു സഹായത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് മമ്മൂക്ക ഫാൻസിൻ്റെ ജസീർ ബാബുവായി പെരിന്തൽമണ്ണയിൽ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന് മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ജസീർ ബാബു മമ്മൂക്കയായിട്ട് ബന്ധപ്പെട്ടു. ആലുവയിൽ അടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ 5-ാം തീയതി അഡ്മിറ്റായി. ഹൃദയത്തിന് താഴെ 2 അറകളിൽ ഒന്ന് മാത്രമേ നിതയ്ക്കുണ്ടായിരുന്നുള്ളൂ. നിതയുടെ പിതാവായ അലിയുടെ സുഹൃത്ത് കുഞ്ഞാപ്പു വഴിയാണ് ജസീർ രോഗവിവരം അറിയുന്നത്. ഏപ്രിൽ 7-ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ മുസ്തഫ ജനീലിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. 3 ആഴ്ച നീണ്ട ചികിത്സയ്ക്കൊടുവിൽ നിത ഫാത്തിമ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. കെയർ ആൻഡ് ഷെയർ വഴി ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്നല്ല എനിക്കറിയാം. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അലിഖാൻ്റെ നമ്പറും ഡീറ്റെയിൽസും മോളുടെ മുമ്പ് കഴിഞ്ഞ സർജറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടായിട്ട് മമ്മൂക്കാക്കി ഞാനൊരു വോയിസ് ഇടാ ചെയ്തു. ഇനി കുഞ്ഞു നിതയ്ക്ക് ഒരു ആഗ്രഹം, മമ്മൂക്കയെ കാണണം, ഒപ്പം ഒരു ഫോട്ടോ എടുക്കണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.